പറയടാ കണ്ണാ, എന്താ പ്രശ്നം? ശരി മക്കളേടാ പറയടാ, പ്രശ്നം തോന്നി പറ. പറയാനാണ് കുറെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മതി, സമയമില്ല. ഇവിടെ ഉണ്ടല്ലോ. നീ അത് കാര്യമാക്കണ്ട, നീ പറ. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ ഉണ്ടല്ലോ, ഈ വീട്ടിലുള്ള എല്ലാവരും, അച്ഛൻ, അമ്മ, ഇവൻ, ചേച്ചി, എന്തിന് നിൽക്കുന്ന ഇവള് വരെ, ഇതെല്ലാവരുടെയും ഫോൺ എടുത്ത് എന്നെ വിളിക്കുമായിരുന്നു. ദിവസവും മിനിമം 3-4 പ്രാവശ്യം എന്നെ വിളിക്കുമായിരുന്നു ഈ വീട്ടിലെല്ലാവരും. അമ്മയ്ക്കറിയോ? പിന്നെ എന്താ, ദിവസമുള്ള വിളി 1-2 ദിവസം കൂടുമ്പോ ആയി. പിന്നെ എന്താണ്, അച്ഛൻ വിളി നിർത്തി, അമ്മയും ചേച്ചിയും ഇവനും വിളിക്കും. അതും 2-3 ദിവസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം. അത് ഞാൻ പിന്നെ ചേച്ചി അങ്ങ് വിളി നിർത്തിയല്ലോ. ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യങ്ങളായി, ചേച്ചിക്ക് വിളിക്കാൻ വേണ്ട, ഒന്നും അറിയാൻ വേണ്ട, കുഴപ്പമില്ല, അതും പോട്ട്. പിന്നെ പതുക്കെ അമ്മയുടെയും വിളിയില്ല. 2 ആഴ്ച കൂടുമ്പോൾ വിളിച്ചിരുന്ന ഇവൻ, മറ്റേ കൊച്ചുണ്ടല്ലോ, ആര്, മെർലിൻ. മെർലിൻ വന്നപ്പോൾ അവൻ്റെയും വിളി നിന്നു. ചുരുക്കം പറഞ്ഞാൽ ഞാൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ, എന്ത് ചെയ്യുക, ഇതൊന്നും ഇവിടെ ആർക്കും അറിയണ്ട, ആർക്കും എന്നെപ്പറ്റി നോക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ശിവ, ഇതാണ് സംഭവം. നീ ആലോചിച്ച് നോക്ക്. നീ ആദ്യമായിട്ട് ചെന്നൈ പോകുമ്പം ഇവിടെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് എല്ലാവരും ഡെയിലി വിളിക്കണത്. പിന്നെ നീ അവിടെ സേഫാണ്, ഓക്കെ ആണെന്നൊക്കെ അറിയുമ്പം പിന്നെ ഈ കോൾ ചെയ്യണതൊക്കെ കുറയും. അത്രേ ഉള്ളൂ. ഇപ്പം ഇത് അമ്മായിയുടെ കാര്യം തന്നെ നോക്ക്. അമ്മായി ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പം അമ്മായിയുടെ അച്ഛനും അമ്മയൊക്കെ ഡെയിലി വിളിക്കുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ 1-2 തവണയായി. പിന്നെ വിളിക്കാറേ ഇല്ല. അപ്പോഴാണ് ശ്രീ വന്നത്. എന്നെ ഡെയിലി വിളിക്കും. അങ്ങനെ വിളിച്ചാണ് ഞാൻ ശ്രീയുടെ ഒപ്പം പോയത്. എന്തോന്നമ്മായി, ആരെങ്കിലും ഡെയിലി വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇറങ്ങി പോവോ? എന്റെ സ്നേഹമല്ലേടേ, പറ്റിപ്പോയി. പറ്റിയത് അമ്മായിക്കല്ല, ഞങ്ങൾക്കാണ്. ഇപ്പൊ പറ്റിയത് എനിക്കാണ്. ഇതൊന്ന് കേൾക്കാവോ? ഓ പറ. എല്ലാ സ്റ്റുഡൻസിൻ്റെയും പാരൻസ്, ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്താ, എല്ലാ പാരൻസും ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻസിനെ മക്കളെ കാണാനായിട്ട് വരിക. അവരൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും, കുറേ നേരം സംസാരിക്കും, കൊഞ്ചിക്കും, തലോടും, കളിപ്പിക്കും കുറേ നേരം. എന്നിട്ട് അവർ പോവും. ഇനിയിപ്പം അച്ഛനും അമ്മയും അല്ലാന്നുണ്ടെങ്കിൽ വല്ല ചേച്ചിയോ ചേട്ടന്മാരോ സിബ്ലിങ്സ് ആരെങ്കിലുമൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് ഈ സ്റ്റുഡൻസിനെയും കൊണ്ട് മറീന ബീച്ചിലൊക്കെ പോയി ചുട്ട ചോളമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. എനിക്ക് മാത്രം ആരും വരണില്ല. ഞാനിങ്ങനെ ഓരോ പാരൻസ് വരുമ്പോഴും ഞാനിങ്ങനെ നോക്കി നിൽക്കും. എൻ്റെ അച്ഛനമ്മയും വരും ഞാനിങ്ങനെ നോക്കി നിൽക്കും, ആഗ്രഹിച്ച്. ഒരു ദിവസം ഉണ്ടല്ലോ, കേൾക്കണേ, ഒരു ദിവസം ഒരു കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് തമിഴിൽ ചോദിക്കുക, എന്നെ എപ്പടി പാത്ത് യാരെ പാത്ത് നിൽക്കറേ, നിനക്ക് എന്നാ യാരും ഇല്ലയാ, നീ എന്നാ ഓർഫനാന്ന്. അപ്പടി കേട്ടാங்களா? ഇല്ലേ എൻ്റെ അടുത്ത്. എന്നിട്ട് അങ്ങനെ ചോദിച്ചു. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ കാണണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. ഇവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടാക്കി അച്ഛനമ്മയും വന്ന് കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങളൊരു വഴിക്ക് പോയി, പിന്നെ ആരെങ്കിലും അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു ഞാൻ പിന്നെ എനിക്കുണ്ടല്ലോ, എനിക്കത് കണ്ട് എനിക്കിത് ശീലം. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ ഉറക്കമൊക്കെ പോയി തുടങ്ങി. കനകാൻ്റെ അറിയോ, എന്നെ ഉറക്കമൊക്കെ പോയി തുടങ്ങി. രാത്രി ഒന്ന് കരയുക. പിന്നെന്താ, ഹോസ്റ്റലിന്റെ ജനലിലൊക്കെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുക. എനിക്ക് ഇടയ്ക്ക് തോന്നും ദിവൻ ഇങ്ങനെ രാത്രി മക്കളെ ശിവാന്നൊക്കെ പറഞ്ഞിങ്ങനെ 2 കൈയിലും കവറൊക്കെ ആയിട്ട് എന്നെ കാണാനായിട്ട് ചെന്നൈയിലേക്ക് വരുന്നൊക്കെ എനിക്ക് തോന്നും. ഒന്നുമില്ല, ആര് വരില്ല. ഹോസ്റ്റലിൽ മാത്രമാണോ? ക്ലാസ്സിൽ പോയിരുന്ന അവിടെയും ഇത് തന്നെ. അങ്ങനെ ക്ലാസ്സിന്റെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും. ആരെങ്കിലുമൊക്കെ വരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കും.
ഞാൻ കണ്ണിന് എണ്ണ ഒഴിച്ച് ഞാനിങ്ങനെ വിദൂരത്തിലേക്ക് നോക്കിയിരിക്കും അറിയോ. ഇല്ല വിട് 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 പറയട്ടെ. ശിവ എണീറ്റ്. ചേച്ചി ഒരു കാര്യം പറയട്ടെ, എണീറ്റ്. നോക്ക് നോക്ക്, മോളുടെ അവസ്ഥയൊക്കെ ചേച്ചിക്ക് മനസ്സിലായി, ഞങ്ങൾക്കും വിഷമമുണ്ട്. മോളൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി കയറിക്കഴിഞ്ഞാൽ നാളെ 9 മണിയാകുമ്പോൾ ചെന്നൈയിലെത്താം. 10 മണിക്ക് നിനക്ക് ക്ലാസ്സിലും കയറാം. നീക്ക് ഞാനുണ്ടല്ലോ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ കിടന്ന് കരഞ്ഞ്, ഇയാളും എന്റെ കൂടെ കരഞ്ഞ്, ഇയാളും വയ്യേ വന്നപ്പോഴോട് പറയാനുള്ള പോന്ന്. ഞാൻ എന്ത് വന്നു പിടിച്ചില്ലേ? അതെങ്ങനെയാ പിടിക്കത്തില്ലല്ലോ. മതി കേൾക്കണം, ഞാനിവിടെ പറഞ്ഞു ചെന്നൈയിൽ ഒരു കോളേജ് ഉണ്ട്, അവിടെ ഈ കോഴ്സ് ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ് ഈ മുതലാണ് പറഞ്ഞ അവളെ അവിടെ വിട്ടാ മതി, അവളെ ചെന്നൈ വിട്ട് പഠിപ്പിച്ചാ മതി. ഇതല്ലേ പറഞ്ഞു? ഞാനാണോ പറഞ്ഞേ? കേശു ഞാനാണോ പറഞ്ഞത്? നീയല്ലേ ഇവിടെ അമ്മയുടെ അച്ഛന്റെ കയ്യും കാലൊക്കെ പിടിച്ച് കരഞ്ഞ് എനിക്ക് ചെന്നൈ പഠിക്കാൻ പോകണം, എനിക്ക് അവിടെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു നീ അല്ല അങ്ങോട്ട് പോയത്. ഇപ്പൊ അതൊക്കെ എന്റെ തലയിലാ. ശിവ ഡേ ശിവ എന്തരേ ചുമ്മാ. നീ വാ തുറക്കരുത് കേശുവേ, നിനക്ക് ഇവിടെ വോയിസ് ഇല്ല, നീ മിണ്ടരുത്. നീ ഉണ്ടല്ലോ, നീ ഇപ്പൊ ആര് പറയുന്ന കേട്ടാണ് നടക്കുന്നത് എനിക്ക് അറിയാടാ. നീ ഉണ്ടല്ലോ, നീ ഒന്നാമതരം കാട്ട് കോഴി വായി നോക്കി മര വാഴയാണ് നീ. അവളെ വരച്ച വരട അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ലല്ലോ. നീ എന്താണ് പേര്? മെർലിൻ. മെർലിൻ ഞാൻ പറയുന്നില്ലതോ. എന്തിനാണ് ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ പേരിൽ അവളെ പണം പിടിച്ച കൊത്തിന് എന്തിനാണ് ഇതിനകത്ത് വലിച്ചേക്കണേ? അവനങ്ങ് കൊണ്ട് പിടിക്കുന്നില്ലേ? നീ വാ, ഞാൻ കൊല്ലും ഞാനിവനെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.